മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് മീനാക്ഷി. മീനാക്ഷി എന്നാണ് താരത്തിന്റെ മലയാളത്തിൽ അറിയപ്പെടുന്ന പേരെങ്കിലും ഷർമിലി എന്നാണ് അന്യഭാഷകളിൽ താരം അറിയപ്പെടുന്നത്. ഈ നടിയുടെ യഥാർത്ഥ പേര് മരിയ മാർഗരറ്റ് എന്നാണ്. വെള്ളി നക്ഷത്രം എന്ന സിനിമയിൽ പൃഥ്വിരാജിന്റെ നായികയായി എത്തിയ മീനാക്ഷിയെ മലയാളികൾ ഇന്നും ഓർത്തിരിക്കുന്നുണ്ടാകും. വെള്ളി നക്ഷത്രത്തിലെ ചന്ദനമുകിലെ എന്ന് തുടങ്ങുന്ന ഗാനം മീനാക്ഷിയെ ഓർക്കാൻ അതുമാത്രം മതിയാകും. താരത്തിന്റെ ചിത്രങ്ങളൊക്കെ വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലാണ് മീനാക്ഷി ജനിച്ചത്. ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് എന്നീ ഭാഷകളെല്ലാം ഷർമിലിക്ക് അറിയാം. കോഴഞ്ചേരിയിലായിരുന്നു പഠനമൊക്കെയെങ്കിലും പിന്നീട് ചെന്നൈയിലേക്ക് ഉന്നത പഠനത്തിനായി താരം ചേക്കേറി. സ്റ്റെല്ല മാരിസ് കോളേജിൽ മാത്സിൽ ബിരുദമെടുത്തു. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ ബിരുദാനന്തര ബിരുദവും ചെന്നൈയിൽ തന്നെ പൂർത്തിയാക്കി. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഷർമിലിക്ക് ഒരുപാട് അവസരങ്ങൾ വന്നിരുന്നു. എന്നാൽ താരത്തിന്റെ കുടുംബം അത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു. കാരണം പഠനത്തിന്റെ സമയത്ത് പഠിക്കുകയാണ് ആവശ്യമെന്നാണ് ഷർമിലിയും കുടുംബവും ചിന്തിച്ചത്. അതിനുശേഷം മാത്രം മതി അഭിനയത്തിലേക്ക് കടക്കുക എന്നായിരുന്നു തീരുമാനം. പിന്നീട് താരം മോഡലിംഗിലേക്ക് കടന്നു. അതിനുശേഷം ഒരു പ്രമുഖ ഫോൺ-ഇൻ പരിപാടിയിൽ അവതാരകയായിട്ടും എത്തി. ജിയ ടിവിയിലെ പരിപാടി ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പഠനത്തിന് ശേഷം തമിഴ് ചിത്രമായ ആസൈ ആസയായിൽ താരം അഭിനയിച്ചു. പിന്നീട് തെലുങ്ക് സിനിമയിലും താരം സജീവമായിരുന്നു. 2003 നടൻ ജീവിക്കൊപ്പം ആസൈ എന്ന ചിത്രത്തിലാണ് താരം ആദ്യം അഭിനയിച്ചത്. എന്നാൽ ആ ചിത്രം ബോക്സ് ഓഫീസിൽ അത്ര ശ്രദ്ധ നേടിയില്ല. തുടർന്ന് ശ്യാമിനൊപ്പം അഭിനയിച്ച അൻപേ അൻപേ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ ചെറിയ രീതിയിൽ വിജയം നേടിയിരുന്നു. തമിഴിലാണ് മൂന്നാമത്തെ ചിത്രവും ഷർമിലി ചെയ്തത്. ആ ചിത്രത്തിലൂടെ നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ ഷർമിലിക്ക് സാധിച്ചു. അങ്ങനെ അന്യഭാഷകളിലൂടെ ആദ്യം അഭിനയത്തിലേക്ക് എത്തിയ നടി പിന്നീട് 2004 മലയാളത്തിലേക്ക് എത്തിയത്. വെള്ളി നക്ഷത്രം, കാക്കക്കറുമ്പൻ എന്നീ ചിത്രങ്ങളിലാണ് താരം അഭിനയിച്ചത്. വെള്ളി നക്ഷത്രത്തിലെ പെർഫോമൻസ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു. പിന്നീട് യൂത്ത് ഫെസ്റ്റിവൽ, ബ്ലാക്ക് തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം താരം അഭിനയിച്ചിരുന്നു. 2005 ജൂനിയർ സീനിയർ എന്ന ചിത്രത്തിൽ മുകേഷ്, കുഞ്ചാക്കോ ബോബൻ എന്നിവരുടെ നായികയായി താരം എത്തി. പൊന്മുടി പുഴയോരത്ത് എന്ന ചിത്രത്തിലെ താരത്തിന്റെ ഒരു ചിരി കണ്ടാൽ, കള്ള കള്ള കൊച്ചുകള എന്നീ പാട്ടുകളെല്ലാം വളരെ ഹിറ്റായി മാറിയിരുന്നു. എന്നാൽ പിന്നീട് താരം എവിടേക്കാണ് പോയതെന്ന് ആർക്കും അറിയില്ല. 2005 ഗഫൂർ കാ ദോസ്ത് എന്ന മലയാള ചിത്രത്തിൽ താരം അവസാനമായി അഭിനയിച്ചത്. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി എത്തിയിരിക്കുകയാണ് ഷർമിലി. തന്റെ കുട്ടിക്കാലത്തെ ചിത്രം വരെ പങ്കുവെച്ചുകൊണ്ടാണ് ഷർമിലി സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. 11 വയസ്സിലെ ഒരു ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. ആരാധകരുടെ ചോദ്യങ്ങൾക്ക് താരം ഉത്തരം നൽകുന്നുമുണ്ട്. ചിത്രങ്ങൾ പറയുന്നതനുസരിച്ച് ബാംഗ്ലൂരിലും ദുബായിലുമൊക്കെയായിട്ടാണ് ഷർമിലി താമസിച്ചിരുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. അമ്മയ്ക്കൊപ്പം ദുബായിൽ നിന്നുള്ള ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട്. വിവാഹിതയായെന്നും അല്ലെന്നുമുള്ള ആരാധകർ പറയുന്നുണ്ട്. ഭർത്താവിനൊപ്പമുള്ള ചിത്രം എന്ന തരത്തിൽ 1-2 ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുമ്പോഴും വിവാഹിതയായിട്ടില്ലെന്നും അത് കാമുകനാണെന്നും ആരാധകർ പറയുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചൊന്നും താരം ഇതുവരെയും തുറന്നു പറഞ്ഞിട്ടില്ല. താരത്തിന്റെ കൂടുതൽ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നത്.